നമസ്കാരം. പ്രതിരോധ മേഖലയിൽ ഇന്ത്യ ഒരിക്കൽ കൂടി കരുത്ത് കാട്ടിയിരിക്കുകയാണ്. ആന്റി റേഡിയേഷൻ മിസൈലായ രുദ്രം 2വിന്റെ പരീക്ഷണ വിക്ഷേപണം ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ DRDO വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു. റഷ്യയുടെ സുഖോയ് 30 Mk-1 യുദ്ധവിമാനത്തിൽ നിന്നും ഒഡീഷ തീരത്ത് വെച്ചാണ് മിസൈൽ പരീക്ഷണം നടത്തിയത്. ഇതോടെ എല്ലാ പരീക്ഷണ വിക്ഷേപണങ്ങളും രുദ്രം 2 പൂർത്തിയാക്കി കഴിഞ്ഞു. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആന്റി റേഡിയേഷൻ മിസൈലാണ് രുദ്രം എന്നത് എടുത്തു പറയണം. ശത്രുവിന്റെ റഡാർ കണ്ടെത്തി തകർക്കുമെന്നതാണ് രുദ്രത്തിന്റെ പ്രത്യേകത. ഇന്ത്യൻ യുദ്ധവിമാനങ്ങളുടെ നട്ടെല്ലായ സുഖോയ് 30 Mk-1 മുഖേന 4 വർഷം മുമ്പ് രുദ്രം മിസൈലിന്റെ ആദ്യ പതിപ്പ് വികസിപ്പിക്കുകയും പരീക്ഷണ വിക്ഷേപണം നടത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഏറ്റവും പുതിയ രൂപമാണ് രുദ്രം 2. വിവിധ ഉയരങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാനാവുന്ന രുദ്രം മിസൈലുകൾക്ക് 100 കിലോമീറ്റർ അകലെ ലക്ഷ്യസ്ഥാനം കണ്ടെത്തി നശിപ്പിക്കാവുന്ന മിസൈൽ സംവിധാനമാണുള്ളത്. നിലവിൽ ഇന്ത്യ ഉപയോഗിക്കുന്നത് റഷ്യയുടെ ആന്റി റേഡിയേഷൻ മിസൈലായ KH-31 ആണ്. രുദ്രം മിസൈലുകൾക്ക് KH-31 പകരക്കാരനാകാൻ സാധിക്കും. രുദ്രം 2വിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ, വിവിധ തരത്തിലുള്ള ശത്രുക്കളെ നിർവീര്യമാക്കാൻ ഉദ്ദേശിച്ചുള്ള വായുവിൽ നിന്ന് ഉപരിതലത്തിലേക്കുള്ള മിസൈലാണിത്. 100 കിലോമീറ്ററിലധികം അകലെയുള്ള റഡാറുകളിൽ നിന്ന് ശത്രുക്കളുടെ റേഡിയോ ഫ്രീക്വൻസികളും സിഗ്നലുകളും തിരിച്ചറിയാൻ ഇതിന് കഴിയും. മാക് 5.5 വേഗത്തിൽ എത്താൻ സാധിക്കും. കൂടാതെ 200 കിലോഗ്രാം പേലോഡ് വഹിക്കാനും ഇവയ്ക്ക് കഴിയും. ഇന്ത്യയുടെ വ്യോമ സുരക്ഷയും പ്രതിരോധ തയ്യാറെടുപ്പും ശക്തിപ്പെടുത്തുന്നതിൽ രുദ്രം മിസൈലുകൾ നിർണായക പങ്ക് വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിന്റെ ആദ്യ പതിപ്പായ രുദ്രം 1 2020 ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചിരുന്നു. രുദ്രം 1 മിസൈൽ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ അടിച്ചമർത്തുക എന്നതാണ്. മിസൈലിൽ നിന്ന് തന്നെയുള്ള ഗതിനിർണയ സംവിധാനം ഉപയോഗിച്ചാണ് രുദ്രം ലക്ഷ്യസ്ഥാനം ഭേദിക്കുക. ഇനി വരാൻ പോകുന്നത് ഇതിന്റെ 3ാം പതിപ്പായ രുദ്രം 3 ആണ്. അതിന്റെ വികസന പ്രവർത്തനത്തിലാണ് DRDO നിലവിൽ. ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായ മേഖല തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രതിരോധ മേഖല കൂടുതൽ ശക്തമാകുന്നതും. 2021 സാമ്പത്തിക വർഷത്തേക്ക് ഇന്ത്യൻ സൈന്യത്തിന് അനുവദിച്ച മൊത്തം ബജറ്റ് 4.78 ലക്ഷം കോടിയാണ്. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ആദ്യമായി 21,000 കോടി രൂപയിൽ എത്തി നിൽക്കുകയാണ്. 2016-17 സാമ്പത്തിക വർഷത്തിൽ നിന്ന് 2018-19 എത്തിയപ്പോഴത്തേക്കും ഇന്ത്യയുടെ പ്രതിരോധ മേഖല വൻ കുതിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. രാജ്യത്ത് പ്രതിരോധ കയറ്റുമതിയുടെ ഗണ്യമായ വളർച്ചയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അടുത്ത 4 വർഷത്തിനുള്ളിൽ 35,000 കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതി കൈവരിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. 2023-24 സാമ്പത്തിക വർഷത്തിൽ 29,810 കോടി രൂപയാണ് പ്രതിരോധ ഉൽപാദന മേഖലയിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നേടിയെടുത്തത്. ഈ പൊതുമേഖലാ സ്ഥാപനം 2022-23 സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് 11% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിലൂടെ പ്രതിരോധ മേഖലയിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു. ഓരോ ദിവസവും പുത്തൻ മാറ്റങ്ങളാണ് ഇന്ത്യ കൊണ്ടുവരുന്നത്. പുതിയ ആയുധങ്ങൾ കണ്ടുപിടിക്കാനും ഉള്ളവയെ പരിഷ്കരിക്കാനും ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം വലിയ ശ്രദ്ധയാണ് കൊടുക്കുന്നത്. അതിന്റെ ഗുണം രാജ്യത്തിനുണ്ട് താനും. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ വിപുലമായ നീക്കങ്ങളാണ് ഇന്ത്യ നടത്തി വരുന്നത്. ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ മാറ്റങ്ങൾ ലോകരാജ്യങ്ങൾ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. അമേരിക്ക, റഷ്യ പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ ആയുധങ്ങൾ വാങ്ങാൻ മുൻനിരയിലുണ്ട്. ശത്രു രാജ്യങ്ങളെ തോൽപ്പിക്കാനും ശക്തമായ പ്രതിരോധം തീർക്കാനും ഇന്ത്യക്ക് ഇനിയും നിർണായക ചുവട് വെക്കാൻ സാധിക്കട്ടെ. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.